വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഒരു വീഡിയോയുടെ കുറച്ചു ഭാഗങ്ങളാണ്. ഇതിൽ സംസാരിക്കുന്നത് മിസ്റ്റർ ടി പോൾ രാജ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു വെസ്റ്റീജ് മില്ലിനെയർ കൗൺസിൽ അംഗം, അതായത് VMCM ആണെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോ ഈ വീഡിയോ ഭാഗങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? തീർച്ചയായും. മിസ്റ്റർ പൗൾ രാജ് സംസാരം തുടങ്ങുന്നത് തന്നെ ഒരു താരതമ്യം വെച്ചിട്ടാണ്. അതായത് ജീവിതത്തിലെ തീരുമാനങ്ങളും ഡിസിഷൻസ്, പിന്നെ തീരുമാനമെടുക്കാനുള്ള ആ കഴിവ്, ഡിസിഷൻ മേക്കിംഗ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും തീരുമാനങ്ങൾ എടുക്കും, പക്ഷേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതാണ് പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരുപക്ഷെ തന്റെ തന്നെ ജീവിതാനുഭവങ്ങൾ, അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വെസ്റ്റീജിലേക്കുള്ള വരവ് ഒരു ശരിയായ തീരുമാനമായിരുന്നു. അദ്ദേഹം പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് തന്റെ പഴയ ജീവിതത്തിൽ നിന്നും വെസ്റ്റീജിലൂടെ തനിക്ക് കിട്ടി എന്ന് പറയുന്ന ആ വലിയ മാറ്റത്തെക്കുറിച്ചാണ്. നമുക്ക് ആ മാറ്റത്തിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ശരി. അപ്പൊ നമുക്കിതൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. വീഡിയോയുടെ ഈ ഭാഗങ്ങളിൽ മിസ്റ്റർ പോൾ രാജ് തന്റെ പഴയ കാലം, അതായത് വെസ്റ്റീജിൽ എത്തുന്നതിന് മുൻപുള്ളൊരവസ്ഥ, അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കോളേജ് കാലത്തെ ചില ഓർമ്മകൾ, പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുണ്ടായ ചില പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അതൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനുഭവിച്ചൊരു ടെൻഷൻ, പിന്നെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതികൾ, വറീസ്, അതൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാമ്പത്തികമായും മാനസികമായും നല്ല പ്രഷർ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അതെന്ന്. അതെ. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു സമയത്താണ് വെസ്റ്റീജ് എന്നൊരു അവസരം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വാക്കുപയോഗിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി. അത്ഭുതം, മിറക്കിൾ. ആ കഷ്ടപ്പാടുകൾ എത്ര വലുതായിരുന്നു, അതിൽ നിന്നുള്ള മോചനം എത്ര വലുതായിരുന്നു എന്ന് കാണിക്കാൻ ആ വാക്ക് ഹെൽപ്പ് ചെയ്യും. വെറുമൊരു സാധാരണ മാറ്റമല്ല, പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള, ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റാത്തൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് പറയാൻ ആ വാക്ക് മതി. രണ്ടാമത്, അതിനൊരു ഇമോഷണൽ തലം കൂടിയുണ്ട്. വെറും ലോജിക്കിനപ്പുറം തന്റെ ജീവിതത്തിൽ നടന്ന ഈ വലിയ മാറ്റത്തിന് പിന്നിൽ എന്തോ ഒരു പ്രത്യേക ശക്തിയോ അനുഗ്രഹമോ ഉണ്ടെന്നൊരു തോന്നൽ കൊടുക്കാനും അത് ഉപകരിക്കും. ഇത് കേൾക്കുന്നവരിൽ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിൽ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എനിക്കും ഇതുപോലൊരു അത്ഭുതം കിട്ടുമോ എന്നൊരു ചിന്ത വരാൻ ആ വാക്കിന് പറ്റും. ഈ അത്ഭുതം സംഭവിച്ചു എന്ന് പറയുന്നതിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി അദ്ദേഹം പറയുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നത്. ഇപ്പോഴത്തെ ജീവിതത്തിലെ ചില നേട്ടങ്ങൾ അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം കാണുന്നത്, തന്റെ മകൾ ഇന്ന് പഠിക്കുന്നത് ഒരു വേൾഡ് ക്ലാസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് എന്നതാണ്. ഇത് വെറുമൊരു സ്കൂൾ മാറ്റമല്ല, അതൊരു വലിയ ജീവിത വിജയത്തിന്റെ സിംബലായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ശരിയാണ്. മക്കളുടെ നല്ല വിദ്യാഭ്യാസമെന്ന് പറയുന്നത് ഏതൊരു അച്ഛനമ്മമാരുടെയും വലിയൊരു സ്വപ്നമാണ്, ഒരു അഭിമാനം കൂടിയാണ്. ഇവിടെ ഒരു ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പ്രത്യേകം പറയുന്നത് ശ്രദ്ധേയമാണ്. അത് വെറും നല്ല വിദ്യാഭ്യാസം എന്നതിലുപരി ഒരു ഉയർന്ന ജീവിത നിലവാരം, സാമ്പത്തിക ഭദ്രത, അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ വരുന്നത്. പഴയ ആ സാമ്പത്തിക ടെൻഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മകർക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നു എന്നത് ആ പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു കാണാൻ പറ്റുന്ന തെളിവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കുന്ന ഒരു സാധാരണ പേരന്റിന് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഒരുപക്ഷെ ആഗ്രഹിക്കാനും പറ്റുന്ന ഒരു ലക്ഷ്യം കൂടിയാണ്. ഓക്കെ. ഈ വിദ്യാഭ്യാസപരമായ നേട്ടം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്ന കുറച്ചുകൂടി വ്യക്തമായ ചില കണക്കുകളും വീഡിയോ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഭൂമി വാങ്ങിയതിനെക്കുറിച്ചാണ് അദ്ദേഹം പിന്നെ പറയുന്നത്. 2 സ്ഥലത്ത് ഭൂമി വാങ്ങിയ കാര്യം പറയുന്നുണ്ട്. ഒരിടത്ത് 42 സെന്റ് സ്ഥലം, മറ്റൊരിടത്ത് ഏകദേശം 350 ഗ്രൗണ്ട്സ് വാങ്ങിയെന്നും പറയുന്നു. ഒരു ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 2400 സ്ക്വയർ ഫീറ്റാണ്. തമിഴ്നാട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരളവാണത്. അപ്പോൾ 350 ഗ്രൗണ്ട്സ് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു ഭൂസ്വത്താണ്. റിയൽ എസ്റ്റേറ്റിൽ പണ്ട് ബുദ്ധിമുട്ടിയ ഒരാൾ ഇപ്പോൾ ഇത്രയും വലിയ തോതിൽ ഭൂമി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ മാറ്റത്തിന്റെ വലിപ്പം വളരെ വലുതാണെന്ന് തോന്നും. ഇത് വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ കിട്ടി എന്ന് പറയുന്ന ആ സാമ്പത്തിക വിജയത്തിനൊരു മൂർത്തമായ രൂപം കൊടുക്കുന്നു. മകളുടെ പഠിപ്പ്, ഈ ഭൂമി വാങ്ങൽ, ഇതൊന്നും വെറുതെ കിട്ടിയതല്ല.
ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അല്ലേ? അതാണ് അടുത്ത പ്രധാന പോയിന്റ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, അദ്ദേഹം ഈ വിജയത്തിന് കാരണം വെസ്റ്റീജ് ആണെന്ന് പറയുമ്പോഴും അതിൽ സ്വന്തം പ്രയത്നത്തിന്റെ ഒരു പങ്ക് കൂടി എടുത്തു പറയുന്നുണ്ട്. അതാണ് സ്ഥിരത, കൺസിസ്റ്റൻസി. വെറുതെ വെസ്റ്റീജിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. സ്ഥിരമായിട്ട് ബിസിനസ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, ആ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഈ അവസരം നിങ്ങൾക്കും കിട്ടും, പക്ഷെ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം എന്നതാണ്. ഈ സ്ഥിരത എന്ന് കേൾക്കുമ്പോൾ അത് ഒരുപാട് കഷ്ടപ്പാടാണോ? അതോ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? വീഡിയോയിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? വീഡിയോയുടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരതയെ ഒരു ഭാരമായിട്ടല്ല ശരിക്കും അവതരിപ്പിക്കുന്നത്. മറിച്ച് വിജയത്തിലേക്കുള്ള വഴിയിൽ അത്യാവശ്യമുള്ള, എന്നാൽ നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ്. മീറ്റിംഗിൽ പങ്കെടുക്കുക, സിസ്റ്റം ഫോളോ ചെയ്യുക, റിപ്പീറ്റായിട്ടുള്ള ചിട്ടയായ ഒരു പ്രവർത്തനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡലുകളിൽ സാധാരണ അവർ പറയുന്ന കാര്യമാണ്. വിജയിച്ച രീതികൾ ആവർത്തിക്കുക, ഡ്യൂപ്ലിക്കേഷൻ. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാന വാചകമുണ്ട്, ഒരുപക്ഷെ ഈ ഭാഗത്തെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ ഒന്ന്. വിജയം പിന്തുടരാൻ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കുന്നു. സക്സസ് ലീവ്സ് ഫുട്പ്രിന്റ്സ് ടു ഫോളോ. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാചകമാണ്. ഇവിടെ ഈയൊരു കോണ്ടെക്സ്റ്റിൽ ഇതിനെന്താണ് പ്രാധാന്യം? ഇത് വളരെ പവർഫുള്ളായ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. വിജയമെന്ന് പറയുന്നത് എന്തോ യാദൃശികമായി സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടുന്നതോ അല്ല. മറിച്ച് അതിനൊരു വഴിയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. വിജയിച്ച ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അവരുപയോഗിച്ച തന്ത്രങ്ങൾ, അവരുടെ രീതികൾ, ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണാനും പഠിക്കാനും ഫോളോ ചെയ്യാനും പറ്റുന്ന കാൽപ്പാടുകൾ പോലെയാണ്. ആ വഴി പിന്തുടർന്നാൽ നിങ്ങൾക്കും ഒരുപക്ഷെ അതേ ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നൊരു വാഗ്ദാനമാണ് അതിലുള്ളത്. അപ്പോൾ വെസ്റ്റീജിന്റെ കാര്യത്തില് ഈ കാൽപ്പാടുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇവിടെ മിസ്റ്റർ പൗൾരാജ് ഉദ്ദേശിക്കുന്നത് വെസ്റ്റീജിൽ ഓൾറെഡി വിജയിച്ച ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ മാതൃക പിന്തുടരുക എന്നായിരിക്കണം. അവരെങ്ങനെയാണ് ഈ ബിസിനസ് ഉണ്ടാക്കിയത്, അവരുപയോഗിച്ച മെത്തേഡ്സ് എന്തൊക്കെയാണ്, അവർ കൊടുക്കുന്ന ട്രെയിനിങ് എന്താണ്, ഇതൊക്കെയാണ് ആ കാൽപ്പാടുകൾ. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പുതിയ വഴികളൊന്നും കണ്ടുപിടിക്കേണ്ട, ഓൾറെഡി വിജയിച്ചൊരു മോഡലുണ്ട്, അത് ഫോളോ ചെയ്താൽ മതി എന്നൊരു മെസ്സേജാണത് കൊടുക്കുന്നത്. ഇത് പുതുതായിട്ട് വരുന്നൊരാൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുക്കുന്നൊരു ഫാക്ടറാണ്. നിങ്ങളൊറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനൊരു ഗൈഡ് ഉണ്ടെന്ന ഒരു ഉറപ്പും അത് കൊടുക്കുന്നു. ഈ ആശയം ഡയറക്റ്റ് സെല്ലിംഗ് ഫീൽഡിൽ വളരെ വളരെ പോപ്പുലറാണ്. കാരണം ഇത് പുതിയ ആളുകളെ ആകർഷിക്കാനും അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനും നല്ലതാണ്. ശരിയാണ്. ഈ കാൽപ്പാടുകൾ എന്ന ആശയം പറഞ്ഞതിന് ശേഷം അദ്ദേഹം വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഉൽപ്പന്നങ്ങളെപ്പറ്റിയും പ്ലാനിനെപ്പറ്റിയും പറയുമ്പോൾ വേൾഡ് വൈഡ് സൂപ്പർ അമേസിംഗ് എന്നൊരു വാചകം ഉപയോഗിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ വാക്കുകൾക്ക് പിന്നിൽ? ഒന്ന്, പ്രോഡക്ട്സിൻ്റെയും ബിസിനസ് പ്ലാനിൻ്റെയും ക്വാളിറ്റിയെപ്പറ്റി ഒരു സംശയവും വേണ്ട എന്ന് സ്ഥാപിക്കുക. 2, വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ ഇത് വെറുമൊരു ലോക്കൽ കാര്യമല്ല, ഇത് ഗ്ലോബൽ ലെവലിൽ അക്സെപ്റ്റൻസ് ഉള്ള വിജയസാധ്യതയുള്ള ഒന്നാണെന്ന് സ്ഥാപിക്കുക. ഇത് ആ പ്ലാറ്റ്ഫോമിനൊരു വലിയ സ്റ്റാറ്റസ് കൊടുക്കുന്നു. സൂപ്പർ അമേസിംഗ് എന്ന വാക്ക് ഒരു ഇമോഷണൽ പുഷ് കൊടുക്കുന്നു. ഏൽക്കുന്നവരിൽ ഒരു ആവേശവും കൗതുകവും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അദ്ദേഹം വെസ്റ്റീജിന്റെ പ്ലാനിനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തായിരിക്കാം ഈ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടോ? വീഡിയോയുടെ ഈ ഭാഗങ്ങളിൽ പ്ലാൻ എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. പക്ഷേ സാധാരണ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ കോണ്ടെക്സ്റ്റിൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവരുടെ കോമ്പൻസേഷൻ പ്ലാനാണ്. അതായത് വരുമാനം എങ്ങനെ കിട്ടും എന്നുള്ള രീതി, എങ്ങനെ പ്രോഡക്ട്സ് വിൽക്കാം, എങ്ങനെ ടീം ഉണ്ടാക്കാം, അതിലൂടെ എങ്ങനെയൊക്കെ ഇൻകം കിട്ടും എന്നതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ വേൾഡ് വൈഡ് സൂപ്പർ അമേസിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ വെസ്റ്റീജിൻ്റെ വരുമാന സാധ്യതകളും ബിസിനസ് ചെയ്യാനുള്ള രീതിയും വളരെ അട്രാക്റ്റീവാണ്, ഗ്ലോബലി തന്നെ ബെസ്റ്റാണ്. വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോമിനെ മൊത്തത്തിൽ അദ്ദേഹം പറയുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ചതും ബെസ്റ്റും ശരിയായതുമായ പ്ലാറ്റ്ഫോമാണ് എന്നാണ്. നിങ്ങൾ നോക്കുന്ന ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ശരിയായ അവസരം ഇത് തന്നെയാണ്. മിസ്റ്റർ ടി പൗൾരാജിന്റെ അനുഭവത്തിൽ വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ഉയർച്ചയ്ക്കും ലൈഫ് സ്റ്റൈൽ മാറ്റത്തിനും കാരണമായി.
പഴയ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു അത്ഭുതകരമായ മാറ്റമുണ്ടായി. സ്ഥിരതയോടെ നിന്നാൽ, വിജയിച്ചവരുടെ കാൽപ്പാടുകൾ ഫോളോ ചെയ്താൽ മറ്റുള്ളവർക്കും ഇത് നേടാം എന്നൊരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിക്കുന്നത്. പ്രോഡക്ട്സും പ്ലാനും വേൾഡ് ക്ലാസ് ആണെന്നും ഇത് ഈ സെഞ്ചുറിയിലെ ഏറ്റവും റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് തോന്നുന്നത്? ഒരാളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് പറയുന്ന ഒരു അവസരത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. മിസ്റ്റർ പൗൾ രാജിന്റെ വാക്കുകളിലൂടെ വെസ്റ്റീജ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നുവെന്നാണ് പറയുന്നത്. അതിന്റെ തെളിവുകളായിട്ട് മകളുടെ വിദ്യാഭ്യാസം, ഭൂമി വാങ്ങിയത്, അതൊക്കെ പറയുന്നു. വിജയത്തിന് സ്ഥിരതയും ഒരു മാതൃക ഫോളോ ചെയ്യലും വേണമെന്നും പറയുന്നു. പഴയ ബുദ്ധിമുട്ടുകൾ, പിന്നെ പരിഹാരം, വെസ്റ്റീജ് എന്ന അത്ഭുതം, അതിന്റെ ഫലം, വിജയത്തിന്റെ തെളിവുകൾ, പിന്നെ അതിലേക്കുള്ള വഴി, സ്ഥിരതയും കാൽപ്പാടുകൾ പിന്തുടരലും, ഈ ഒരു സ്ട്രക്ചറിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് കേൾക്കുന്ന ആളില് ഒരു വ്യക്തമായ ധാരണയും ഒരുപക്ഷെ ഒരു പ്രതീക്ഷയും ഉണ്ടാക്കാനിത് മതി. അപ്പോ മിസ്റ്റർ ടി പോൾ രാജിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗങ്ങളെ വെച്ച് ചർച്ച ചെയ്തത്. റിയൽ എസ്റ്റേറ്റിലെ ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റിൽ നിന്ന് വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ തനിക്ക് കിട്ടി എന്ന് അദ്ദേഹം പറയുന്ന വലിയ സാമ്പത്തിക, സാമൂഹിക വിജയങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഭാഗങ്ങൾ പറഞ്ഞത്. സ്ഥിരത, വിജയികളുടെ മാതൃക പിന്തുടരുക, ഇതിന്റെയൊക്കെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് വെസ്റ്റീജിനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ചതും ശരിയായതുമായ പ്ലാറ്റ്ഫോമായിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇവിടെ മിസ്റ്റർ പോൾ രാജ് എടുത്തു പറഞ്ഞ വിജയം പിന്തുടരാൻ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കുന്നു എന്ന ആശയം, അത് നമ്മളെ വീണ്ടും ഒന്ന് ചിന്തിപ്പിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരാളുടെ വിജയത്തിന് കാരണമായ ആ കാൽപ്പാടുകൾ, അത് എത്രത്തോളം യൂണിവേഴ്സലാണ്? ഒരാൾക്ക് വിജയം കൊടുത്ത അതേ വഴി, അതേ രീതികൾ, അത് അതുപോലെ ഫോളോ ചെയ്താൽ മറ്റൊരാൾക്ക് അതേ അളവിൽ വിജയം കിട്ടും.